CPI ദേശീയ കൗൺസിൽ അംഗങ്ങളെ തെരഞ്ഞെടുത്തു. കേരളത്തിൽ നിന്ന് പുതുതായി 2 പേരാണ് കൗൺസിലുള്ളത്. ഗോവിന്ദൻ പള്ളിക്കാപ്പിൽ, TJ ആഞ്ചലോസ് എന്നിവരെയാണ് പുതുതായി ദേശീയ കൗൺസിലിലേക്ക് തെരഞ്ഞെടുത്തത്. ബിനോയ് വിശ്വം, KP രാജേന്ദ്രൻ, J ചിഞ്ചുറാണി എന്നിവരുൾപ്പെടെ 12 അംഗങ്ങളാണ് കേരളത്തിൽ നിന്നുള്ളത്. പ്രായപരിധി തുടർന്ന് പുറത്തുപോകുന്ന സെക്രട്ടേറിയറ്റ് അംഗങ്ങളെ കൺട്രോൾ കമ്മീഷനിൽ ഉൾപ്പെടുത്തി. തൗഫീഖ് അസ്ലം ചേരുന്നു. തൗഫീഖ്, എന്തൊക്കെയാണ് CPIയുടെ തീരുമാനങ്ങൾ? ആരൊക്കെയാണ് പുറത്ത്, ആരൊക്കെയാണ് അകത്തായിരിക്കുന്നത്? ഒപ്പം തന്നെ സമാപനവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ. ധന്യ, പാർട്ടി കോൺഗ്രസ് സമാപനത്തിലേക്ക് കടക്കുകയാണ്. കേരളത്തിൽ നിന്നുള്ള CPIയുടെ ദേശീയ കൗൺസിൽ അംഗങ്ങളായിട്ട് 2 ആളുകളെയാണ് പുതുതായി തെരഞ്ഞെടുത്തിരിക്കുന്നത്. ബാക്കിയുള്ള ചില നേരത്തെ ഉള്ള ആളുകൾ തന്നെയാണ് നിലവിലുള്ളത്. 16 പേരാണ് കേരളത്തിൽ നിന്ന് നിലവിൽ ഈ ദേശീയ കൗൺസിലിൽ ഇടം പിടിച്ചിരിക്കുന്നത്. അതിൽ പുതുതായിട്ട് വന്ന 2 ആളുകളാണ്. ഒന്ന് കാസർഗോഡ് മുൻ ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള ഗോവിന്ദൻ പള്ളിക്കാപ്പിൽ, അതോടൊപ്പം തന്നെ ആലപ്പുഴ മുൻ ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള TJ ആഞ്ചലോസ് എന്നീ 2 ആളുകളെയാണ് പുതുതായി കൗൺസിലിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതുകൂടാതെ നേരത്തെ ഉള്ള ആളുകളൊക്കെ ഇതിൽ ഇടം പിടിക്കുകയും ചെയ്തിട്ടുണ്ട്. ബിനോയ് വിശ്വൻ, KP രാജേന്ദ്രൻ, ചിഞ്ചുറാണി, അഡ്വക്കേറ്റ് P വസന്തം, രാജാജി മാത്യു തോമസ്, ഒപ്പം P പ്രസാദ്, K രാജൻ, PP സുനീർ, GR അനിൽ, ചിറ്റയം ഗോപകുമാർ എന്നിവരാണ് ലിസ്റ്റുള്ളത്. അതോടൊപ്പം തന്നെ സെൻട്രൽ കോട്ടയിൽ നിന്നാണ് പ്രകാശ് ബാബുവിനെയും അതോടൊപ്പം തന്നെ P സന്തോഷ് കുമാറിനെയും ഈ ലിസ്റ്റിൽ ഈ കൗൺസിലിലേക്ക് ഉൾപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. TG ജിസ്മോനെ കാൻഡിഡേറ്റ് അംഗം എന്ന നിലയിൽ കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സെൻട്രൽ കൺട്രോൾ കമ്മീഷൻ അംഗമായി സത്യൻ മൊഗേരിയെ കൂടി ദേശീയ കൗൺസിൽ എക്സോ ഒഫീഷ്യോ ആയിട്ട് ഈ കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ 2 കമ്മിറ്റികളിലേക്ക് കൂടിയുള്ള ആളുകളെയാണ് തിരഞ്ഞെടുക്കേണ്ടത്. ഒന്ന് എക്സിക്യൂട്ടീവാണ്, മറ്റൊന്ന് സെക്രട്ടേറിയറ്റ് ആണ്. അതിനായിട്ടുള്ള യോഗങ്ങൾ ഉടനെ തന്നെ ആരംഭിക്കും. ഈ പിന്നിൽ കാണുന്ന ഹാളിലായിട്ടായിരിക്കും കൗൺസിൽ യോഗം തുടങ്ങുക. ഈ കൗൺസിൽ യോഗത്തിലായിരിക്കും മറ്റു 2 കമ്മിറ്റികളിലേക്കുള്ള തീരുമാനത്തിലേക്കൊരു അന്തിമ ധാരണയിലേക്ക് എത്തുകയെന്നാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. ഉടൻ തന്നെ യോഗം ചേരും. യോഗം ചേർന്ന് ഏകദേശം 1 മണിക്കൂറിനുള്ളിൽ തന്നെ പുതിയ ജനറൽ സെക്രട്ടറി ഉൾപ്പെടെയുള്ള സ്ഥാനങ്ങളിലേക്കുള്ള ഒരു ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടാകുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. നേരത്തെ പ്രതിനിധി ചർച്ചയിൽ ഉൾപ്പെടെ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഉയർന്നതായിട്ടാണ് ലഭിക്കുന്ന വിവരങ്ങൾ. കാരണം ഈ പ്രായപരിധി കർശനമായിട്ട് നടപ്പാക്കണമെന്ന് കേരള ഘടകം ഉൾപ്പെടെ വിവിധ കമ്മിറ്റികളിൽ ആവശ്യപ്പെട്ടിരുന്നു. എന്നിട്ട് പോലും ചില ആളുകൾക്ക് ഇളവ് നൽകുന്ന ഒരു സമീപനം ഉണ്ടായി. പ്രത്യേകിച്ച് D രാജയ്ക്ക് 75 വയസ്സ് കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ D രാജയ്ക്ക് ഇളവ് നൽകരുത് എന്നുള്ളൊരു അഭിപ്രായം കേരള ഘടകം ഉൾപ്പെടെ മുന്നോട്ട് വെച്ചിരുന്നെങ്കിലും അവസാനം D രാജയെ തന്നെ സെക്രട്ടറിയായി തിരഞ്ഞെടുക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തിയിരുന്നു. അതോടൊപ്പം തന്നെ ചില സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ആളുകൾ കൂടി ഈ പ്രായപരിധി കവിഞ്ഞ ആളുകളുണ്ട്. അതുകൊണ്ട് തന്നെ അവരെയും മാറ്റണം എന്നുള്ള ആവശ്യങ്ങൾ ഉയരുകയും വലിയ രീതിയിലുള്ള ഒരു ബഹളം ഈ യോഗത്തിനുള്ളിൽ നടന്നു എന്നാണ് നിലവിൽ മനസ്സിലാക്കുന്നത്. VS സുനിൽകുമാർ ഉൾപ്പെടെ അവരുടെ പ്രതിഷേധങ്ങൾ ആ യോഗത്തിൽ അറിയിക്കുകയും ചെയ്തിരുന്നതിന് പിന്നാലെ എല്ലാവരെയും ഒരു സമവായത്തിൽ എത്തിച്ചുകൊണ്ടാണ് കൗൺസിൽ അംഗങ്ങൾക്ക് ആ ലിസ്റ്റിന് അംഗീകാരം നൽകുകയും ഇപ്പോൾ പുതുതായി തെരഞ്ഞെടുത്ത കൗൺസിൽ അംഗങ്ങൾ ഉൾപ്പെടെ യോഗം ചേരാനായിരിക്കുകയാണ്. യോഗത്തിന് ശേഷമായിരിക്കും മറ്റു 2 പോസ്റ്റുകളിലേക്കുള്ള അംഗങ്ങളെ കൂടി തെരഞ്ഞെടുക്കുക.